ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ മസാല മക്രോണി എങ്ങനെ തയ്യാറാക്കാം നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. അതിലോട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് വഴറ്റിയെടുക്കുക. അതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി, പച്ചമുളക്, കറിവേപ്പില കൂടെ ചേർത്ത് നല്ലപോലെ വേവിച്ചെടുക്കുക. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല പൊടിച്ചത് അതെല്ലാം കൂടെ ഒരു 1/4 ടീസ്പൂൺ വീതം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്ത് ഒരു ടീസ്പൂണ് ടൊമാറ്റോ പേസ്റ്റും പിന്നെ വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ചിക്കൻ്റെ സ്റ്റോക്കും കൂടെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഒന്ന് വെറ്റായിരിക്കാൻ വേണ്ടിയിട്ട് മക്രോണി വേവിച്ചിട്ടുള്ള വെള്ളം കൂടെ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം മതിയാവും. അതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ 300 ഗ്രാം വേവിച്ചെടുത്തിട്ടുള്ള മക്രോണിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ള മക്രോണിയാണ്. അതിലോട്ട് അവസാനം മല്ലിയിലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് അടച്ച് വെച്ചൊന്ന് 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക.